വിദ്യാലയത്തിന് സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണ് മലപ്പുറം മേൽമുറി ഗവൺമെന്റ് UP സ്കൂളിലെ 1000-ലധികം വിദ്യാർത്ഥികൾ. നാട്ടുകാരുടെ സഹായത്താൽ സ്ഥലം കണ്ടെത്തിയെങ്കിലും പുതിയ കെട്ടിടമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകാൻ സർക്കാരിൽ നിന്ന് അനുമതി വേണം. സാങ്കേതിക തടസ്സങ്ങൾ നീക്കി സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈയെടുക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേൽമുറി ഗവൺമെന്റ് UP സ്കൂൾ നിലവിൽ ഈ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്കൂളിന് സ്വന്തമായൊരു കെട്ടിടമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സ്വപ്നത്തിന് നാട്ടുകാർ തന്നെ പരിഹാരം കണ്ടെത്തി. എന്നാൽ ആ സ്വപ്നത്തെ ഇപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത് ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ്. 1000-ലധികം വിദ്യാർത്ഥികളാണ് മേൽമുറി ഗവൺമെന്റ് UP സ്കൂളിൽ പഠിക്കുന്നത്. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് സ്കൂളിന്റെ പ്രവർത്തനം. സ്വന്തം ഭൂമിയിൽ പുതിയ കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നാട്ടുകാർക്കൊപ്പം പ്രദേശത്തെ അർജന്റീന ആരാധകരും രംഗത്ത് വന്നിരുന്നു. ചിട്ടി നടത്തിയും 100 രൂപ ചലഞ്ചിലൂടെയുമൊക്കെ 70 ലക്ഷം രൂപയോളം സ്ഥലത്തിന് അഡ്വാൻസ് നൽകുകയും ചെയ്തു. സ്കൂൾ PTA ഉൾപ്പെടെ ചേർന്ന് ഈ ഉദ്യമത്തിന് തുടക്കമിട്ടെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ച സാങ്കേതിക തടസ്സങ്ങൾ മൂലം സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണ്. അപ്പോൾ അതിൽ ഇതുവരെ നമുക്ക് അവിടെ ഒരു കുട്ടികൾ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് 4-5 ക്ലാസ് റൂം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികൾക്ക് നല്ല വിശാലമായിട്ട് നല്ലൊരു ഇതിൽ കൂടി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ഇത് ഒടുക്കും എത്താത്തൊരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് നമ്മൾ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലായതിനാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒട്ടേറെ പരിമിതികളുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വേണ്ട സമ്പൂർണ്ണമായ ലാബ്, ലൈബ്രറി സൗകര്യങ്ങളും ഇവിടെ ഇല്ല. അത് തീരെ സൗകര്യങ്ങളില്ല. അതായത് ഏകദേശം 800ൻ്റെ അടുത്ത് കുട്ടികളോളം പഠിക്കുന്നുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുള്ള കുറവുണ്ട്. വാടക കെട്ടിടമാകുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ പുതിയ ഉണ്ടാക്കുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യത്തോടു കൂടി ഹൈടെക് സൗകര്യത്തോടു കൂടിയുള്ള സ്ഥാപനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കണ്ടെത്തിയ ഭൂമിക്ക് നിലവിലുള്ള മൂല്യം കണക്കാക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. മലപ്പുറം മുനിസിപ്പാലിറ്റി 1.5 കോടിയോളം രൂപ പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും ഭൂമി വില സംബന്ധിച്ച റവന്യൂ വകുപ്പിന്റെ തീരുമാനം വൈകുകയാണ്. കാലങ്ങളായുള്ള സ്വപ്നത്തെ കൈപിടിച്ചുയർത്താൻ ഈ നാടൊന്നാകെ ഒരുമിച്ചുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ മാറ്റാൻ അധികൃതർ എത്രയും പെട്ടെന്ന് രംഗത്ത് വരണമെന്നാണ് ഇവരുടെ ആവശ്യം. അർഷക്കിനൊപ്പം അരുൺ പാറക്കൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന UP സ്കൂളൊക്കെ നല്ല സൗകര്യങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടാകേണ്ട ഇടമാണ്. കേൾക്കാം ചില പ്രതികരണങ്ങൾ. ഫണ്ടുകളും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല. 1 ഏക്കറിന് 75 സെന്റ് സ്ഥലമാണ് ഇതുള്ളത്. ഇത് ഇപ്പോൾ അവിടെ കുട്ടികൾ വളരെ കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ട് പറിച്ച് നേടാൻ സ്കൂൾ കംപ്ലീറ്റ് ഉള്ള കുട്ടികളെല്ലാം കൂടിയും അത് വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ഇങ്ങോട്ട് മാറ്റുക, ഇവിടെ പുതിയൊരു സ്കൂളിലാക്കിയിട്ട് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. തഹസിൽദാറുമായി ബന്ധപ്പെട്ട് നമ്മളെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് വാല്യുവേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നിലവിലിപ്പോൾ അവിടെ തഹസിൽദാർ ഓഫീസിൽ അവിടെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. ഒന്നാമത് വെച്ചാൽ തീരെ മൂല്യം കാണുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള ഭൂമിയാണ് നിലവിലുള്ള നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. നൂലാമാലകൾ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കിട്ടാത്ത രീതിയിലേക്കാണ് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.